തത്വചിന്തകനായിരുന്ന റസലിനെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേർ ലോകത്തുണ്ട്. ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീനെ ഇഷ്ടപ്പെടുന്ന ധാരാളം പേര് ലോകത്തുണ്ട്. പക്ഷെ ഗാന്ധി എങ്ങനെ ഉറങ്ങി എന്ന് ആരും അന്വേഷിക്കാറില്ല. ഗാന്ധിജി എങ്ങനെയാണ് രാത്രി കിടന്നത്, ഏത് വശം ചെരിഞ്ഞാണ് അദ്ദേഹം കിടന്നത് എന്നാരും അന്വേഷിക്കാറില്ല. അല്ലെങ്കിൽ ബ്രണ്ട് റസൽ എങ്ങനെയാണ് വസ്ത്രം ധരിച്ചിരുന്നത്, അതും ആരും അന്വേഷിക്കാറില്ല. ലോകത്ത് വന്ന ഏതെങ്കിലും ഒരു നേതാവ് എങ്ങനെ ഭക്ഷണം കഴിച്ചു എന്ന് അണികൾ ആലോചിക്കാറില്ല, അന്വേഷിക്കാറില്ല, അത് പിൻപറ്റാൻ വേണ്ടി വ്യഗ്രതയും കാണിക്കാറില്ല. പക്ഷെ സയ്യിദുനാ റസൂലുള്ളാഹി അങ്ങനെയല്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ 23 വർഷ കാലഘട്ടത്തെ നബവി ജീവിതം, പ്രവാചകത്വ ജീവിതം സെക്കൻഡ് പോലും വിട്ടുകളയാതെ 10,000-കണക്കിന് ഹദീസുകളിലൂടെ, ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ കണിശമായി രേഖപ്പെടുത്തപ്പെട്ട് കിടക്കുകയാണ്. ആർക്കും ഒരു തരത്തിലുള്ള അവ്യക്തതയും ഇല്ലാത്ത തരത്തിൽ അവിടെ നിന്ന് പൂർണ്ണമായി പിൻപറ്റാൻ, യുവാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ നേതാവിനെ ഫോളോ ചെയ്യാൻ ഒരു പ്രയാസമില്ലാത്ത ഒരു സമുന്നത നേതാവ് ആരുണ്ട് എന്ന് ചോദിച്ചാൽ ഏക ഉത്തരം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ മാത്രമാണ്. കാരണം നമുക്കറിയാം, ഗാന്ധി ഉറങ്ങിയതറിയില്ല. ഒരു നേതാക്കന്മാരുടെയും നിത്യജീവിതത്തിന്റെ സംഭവങ്ങൾ ആർക്കും അറിയില്ല, രേഖപ്പെടുത്തപ്പെട്ടതേയില്ല. അങ്ങനെ അതിനെ പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്ന അണികളെ കാണാനും സാധിക്കില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഒരു ഡ്രസ് കോഡ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നിബിധങ്ങളുടെ ഡ്രസ് കോഡ് ആയിരിക്കണമെന്ന് ഞാനും നിങ്ങളും ആഗ്രഹിക്കുകയാണ്. മഹാൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനും ചരിത്ര പുരുഷനായ ഒരു സഹാബി, ഒരിക്കൽ അദ്ദേഹം മസ്ജിദ് നബവിയിലേക്ക് നമസ്കരിക്കാൻ വന്നപ്പോ മറ്റൊരു സഹാബി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം തന്റെ വസ്ത്രത്തിന്റെ ബട്ടൺസ് അഴിച്ചിട്ടിരുന്നതായി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വസ്ത്രത്തിന്റെ ബട്ടൺസ് അഴിച്ചിട്ടതായി മറ്റൊരു സഹാബി കണ്ടപ്പോൾ ചോദിച്ചു, യാ അബ്ദുല്ലാ മാലി അറാക മുത്ലിഖൻ അസ്റാറക, എന്താ അബ്ദുള്ള നീ നിന്റെ വസ്ത്രത്തിന്റെ ഉടുക്ക് അതിന്റെ ബട്ടൺസ് അഴിച്ചിട്ടിരിക്കുന്നത്? ഉടൻ മറുപടി വന്നു മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഗത്ത് നിന്ന്, ഇന്നി റഅയ്തു ഹിബ്ബി റസൂലുള്ളാഹ് മുത്ലിഖൻ അസ്റാറഹു യൗമ, എന്റെ പ്രിയപ്പെട്ട നബിയെ ഞാൻ ഒരിക്കൽ കണ്ടു, തങ്ങളുടെ വസ്ത്രത്തിന്റെ കുടുക്കഴിച്ചിട്ടതായി. ഞാൻ തങ്ങളെ പിൻപറ്റിയാണ് എന്റെ വസ്ത്രത്തിന്റെ ബട്ടൺസ് അടിച്ചിട്ടതെന്ന് പറയാൻ മാത്രം റസൂലുള്ളാഹി തങ്ങളെ പിൻപറ്റുന്ന, തങ്ങളെ സ്നേഹിക്കുന്ന സഹാബാക്കളെ നമുക്ക് മാതൃകയാക്കിയിട്ടാണ് അവിടെ നിന്ന് യാത്ര പോയത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ നീട്ടുകയല്ല, അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ പ്രവാചകൻ വന്നിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയപ്പെടുന്ന കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജീവിത വിജയം വരിക്കാനുള്ള സദസ്സായി നമ്മുടെ സദസ്സിനെ മാറ്റാൻ നാം ഓരോരുത്തരെയും, ലോക മുസ്ലിങ്ങളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി തങ്ങൾ വഴി നമുക്ക് തന്ന സന്ദേശങ്ങൾ, യാമൻ ഹുദീതും ബിന്നബിയ്യി മുഹമ്മദി, യാമൻ ഹുദീതും ബിന്നബിയ്യി മുഹമ്മദി എന്ന് പറയുന്ന കവിതാ ശകലത്തിൽ നമുക്ക് കാണാം, പ്രവാചക പ്രഭുവിന്റെ ഹിദായത്ത് കൊണ്ട് ആർക്ക് സന്മാർഗം ലഭിച്ചു അവർ ആ പ്രവാചകന്റെ വഴിയിൽ സഞ്ചരിക്കട്ടെ. നമുക്കും സഞ്ചരിക്കാം. ഒന്നായി സലാത്തുകൾ ചൊല്ലാം, മദ്ഹുകൾ പറയാം, അതിലേറെ റസൂലുള്ളാഹി നിങ്ങളെ പിന്തുടരാം. ആ കാലടികളെ, ആ ചലനങ്ങളെ, വിചലനങ്ങളെ, സംസാരങ്ങളെ, പ്രവൃത്തികളെ, ചര്യകളെ, ദിനചര്യകളെ, തങ്ങളുടെ പതിവുകളൊക്കെ പിന്തുടർന്നാൽ വിജയം നമ്മുടെ കാൽപാദങ്ങളെ ചുംബനം ചെയ്യും എന്നതൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അള്ളാഹു മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധുവായി എനിക്കും നിങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. പടച്ചതമ്പുരാന്റെ മഹത്തായ നാമം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.